ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, നമസ്കാരം. പിന്നെ എൻ്റെ ചാനലിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു വ്ളോഗ് ഇടുന്നത്. അപ്പോൾ പിന്നെ ഒരു മോർണിംഗ് വ്ളോഗ് തന്നെ ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞതല്ലേ, എല്ലാവരുടെ വീട്ടിലും ബീഫും പിന്നെ മട്ടനും ഒക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഞാനും വിചാരിച്ചു ഇന്നിപ്പോൾ എന്തായാലും പത്തിരിയും ബീഫ് കറിയും തേങ്ങാപ്പാലും ഉണ്ടാക്കാമെന്ന്. ഇവിടെ പത്തിരി ഉണ്ടാക്കുമ്പോൾ ബീഫ് കറി ആണെങ്കിലും ഇനി കോഴിക്കറി ആണെങ്കിലും എന്താണെങ്കിലും ഇവിടെ തേങ്ങാപ്പാൽ നിർബന്ധമാണ് കേട്ടോ. കുട്ടികൾക്ക് മാത്രമാണ് ഇവിടെ തേങ്ങാപ്പാൽ കഴിക്കാത്തുള്ളൂ, ബാക്കി എല്ലാത്തിലും തേങ്ങാപ്പാൽ നിർബന്ധമാണ്. അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങൾ, ബീഫ് കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ റെഡിയാക്കാമെന്ന് വിചാരിച്ച് സവോളൊക്കെ അരിഞ്ഞിട്ട് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് അതിലേക്ക് തക്കാളി ജ്യൂസ് അടിച്ചിട്ടു. ഞാൻ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചിട്ടാണ് കറി വെക്കാറ് കേട്ടോ. അപ്പോൾ കറിക്കുള്ള മസാല റെഡിയാക്കട്ടെ എന്ന് വിചാരിച്ച് നോക്കുമ്പോഴാണ് മുളകും പൊടി പാത്രത്തിൽ ഇട്ട് വെക്കാത്തത് ഓർമ്മ. അപ്പോൾ അതൊക്കെ അതിൽ പാകത്തിന് ഇട്ട് വെച്ച് ബാക്കിയുള്ളതൊക്കെ എടുത്ത് വെച്ച് എന്നിട്ട് കറിയിലേക്കുള്ള മസാല ഒക്കെ എടുത്തു. നമ്മൾ സാധാരണ എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ട് മസാലയും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇതിൽ പറയണില്ല ഞാൻ. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അത് ഞാൻ പിന്നെ എപ്പോഴും കുറച്ച് കൂടുതൽ ഒരു 1/4 കിലോനോ അല്ലെങ്കിൽ 1/2 കിലോനോ വെച്ച വെളുത്തുള്ളി ഇഞ്ചിയും കൂടി സമമായിട്ട് മേടിച്ചിട്ട് അത് ഞാൻ രണ്ടും കൂടിയിട്ട് നമുക്ക് ഒഴിവുള്ള സമയത്തൊക്കെ എല്ലാ പണികളും കഴിഞ്ഞ് നമ്മൾ ഒഴിഞ്ഞിരിക്കുമല്ലോ, അപ്പോൾ ആ സമയത്ത് അതെടുത്തിട്ട് നന്നാക്കി ഫുള്ള് നന്നാക്കി എടുത്തിട്ട് അത് പേസ്റ്റ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാറുണ്ടോ. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് മേടിക്കാനൊക്കെ കിട്ടുന്നുണ്ടെന്നറിയാം, പക്ഷെ ഞാനൊന്നും മേടിക്കാറില്ല. നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാനുള്ള സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാമല്ലോ. പിന്നെ അതുപോലെ ഒരു 2 ആഴ്ചത്തേക്കൊക്കെ ആക്കിയിട്ടാണ് ഞാൻ റെഡിയാക്കി വെക്കാറ്. എനിക്കാണെങ്കിലും ഈ വെളുത്തുള്ളി ഇഞ്ചിയും അപ്പം കൂട്ടാനൊക്കെ വെക്കുമ്പോൾ നന്നാക്കി വെക്കാമെന്ന് പറഞ്ഞാൽ തീരെ അതിലൊരു മടിയുള്ളൊരു കാര്യമാണ്. എനിക്കൊരു ഭാരമുള്ളൊരു പോലെ തോന്നാറുണ്ട് കേട്ടോ, ആ ഒരു പണി മാത്രം. അപ്പോൾ കറിക്കുള്ള മസാലയൊക്കെ കൂട്ടി തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങ ചെരുക്കണം കേട്ടോ. പുറത്താണെങ്കിലും നല്ല മഴ പെയ്യുന്നുണ്ട്. ഒരു 3-4 ദിവസം മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, അപ്പോൾ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് കഴുകിയിടാനൊക്കെ കഴുകിയിട്ട് ഉണക്കാനുള്ള സമയമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പത്തിരിക്കുള്ള പൊടി വാട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുക്കർ വിസിലടിച്ചു. ഒരു 4-5 വിസിലടിച്ച് കഴിഞ്ഞാൽ അത് വേവും. അതിൻ്റെ ഉള്ളിൽ എന്തായാലും അതൊന്ന് വിസിൽ പോവട്ടെ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് പത്തിരി ചൂടാറുന്നതിൻ്റെ മുന്നേ നമ്മൾ കുഴച്ചെടുക്കണമല്ലോ. അതൊക്കെ കുഴച്ച് ഉരുളകളൊക്കെ ആക്കി പരത്താനുള്ളത് നോക്കുക കേട്ടോ. എനിക്ക് പത്തിരി ഉണ്ടാക്കണമൊക്കെ ഭയങ്കര മടിയുള്ളൊരു കാര്യമായിരുന്നു. ഇപ്പോൾ കുറേ ആയിട്ട് എന്താ അറിയില്ല, പാക്കറ്റ് പൊടിയാണ് ഇപ്പോൾ ഞങ്ങൾ മേടിക്കാറ്. ആദ്യമൊക്കെ നമ്മൾ പൊടിപ്പിച്ചിട്ട് അരി മേടിച്ച് പൊടിപ്പിച്ചിട്ട് ഉപയോഗിക്കുന്ന പൊടി ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് പത്തിരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുഴക്കുമ്പോൾ കുറേ നന്നായി കുഴക്കുകയും വേണം. പിന്നെ ഒരുപാട് വെള്ളം നമ്മൾ ചേർത്ത് കുഴച്ചാലുള്ളൂ ആ പത്തിരി ശരിയാവും. അപ്പോൾ ഈ പൊടിയായ കാരണം കൊണ്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല. വേഗം കുഴച്ച് വേഗം നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതിനോടുള്ളൊരു മടി ഇപ്പോൾ പോയി കിട്ടിയിരിക്കുന്നുണ്ട്. നോമ്പിനൊക്കെയാണ് എല്ലാവരും പത്തിരി ഉണ്ടാക്കാൻ നോക്കുകയല്ലേ, പക്ഷെ ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പത്തിരി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ പണികളൊക്കെ ഇവിടെ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതുമല്ല, ബീഫ് കറി ഉണ്ടാക്കാനുള്ളൊരു തീരുമാനം എടുത്തത് നമുക്ക് ബീഫ് കറി കുറച്ച് ഏറെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉച്ചക്കൾക്ക് നെയ്ച്ചോറും കൂടെ ഉണ്ടാക്കുക. അപ്പോൾ രണ്ടും കൂടിയിട്ട് വേഗം പണി കഴിയുകയും ചെയ്യല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. മക്കളെ രണ്ടാൾ എണീറ്റ് വരുമ്പോഴേക്കും ചായക്കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തത് അടുപ്പ് കത്തിച്ചിട്ട് രാവിലെ തന്നെ നമ്മൾ അടുപ്പ് കത്തിച്ച് ആ ഒരു പണി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം അരി അടുപ്പത്തിടലും ഒക്കെ വേഗം കഴിഞ്ഞ് കിട്ടും. കറി ഉള്ളി വാട്ടിയിട്ടല്ലല്ലോ ഉണ്ടാക്കിയത്, അപ്പോൾ അതിൽ കുറച്ച് ചെറിയ ഉള്ളി തൂമിച്ചിട്ട് അതിലൊരിത്തിരി മുളക് പൊടി ഇട്ട് വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് ഒന്ന് തൂമിച്ചൊഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു കറിക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ പത്തിരിയും ഇറച്ചിക്കറിയൊക്കെ റെഡിയാണ് കേട്ടോ. തേങ്ങാപ്പാലും ഞാനവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കടയിൽ പോകാനുള്ളവർ സ്കൂളിൽ പോകാനവരൊക്കെ ഒരുങ്ങി അവർ വരുമ്പോഴത്തേനും മേശമ്മ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അവർ ചായയൊക്കെ കുടിക്കാനിരുന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും നിങ്ങൾ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.